ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു തരിക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പല ഇൻ്റർവ്യൂസിലും നമ്മുടെ ആക്ടർ ജയറാമിൻ്റെ പല ഇൻ്റർവ്യൂസിലും കേട്ടിട്ടുണ്ട് ആൾക്ക് തരിക്കഞ്ഞി നല്ല ഇഷ്ടമാണ്. മാത്രമല്ല ഇപ്പോൾ ഒരു റംദാൻ സീസണാണ്. അപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് തരിക്കഞ്ഞി. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 3-4 സ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് റവ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. ഇത് നമ്മൾ വറുത്ത റവയാണ് മേടിച്ചേക്കണേ. എന്നാലും നമ്മൾ നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നെയ്യിലും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം, നെയ്യിൽ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമ്മൾ നന്നായിട്ട് ഈ ഒരു പരിവാവുന്ന വരെ നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 1-ാം പാല് 2-ാം പാലൊന്നുമില്ല. നമ്മളൊരു ചെറിയ തേങ്ങ 2 മുറിയും കൂടി ചിരണ്ടിയിട്ട് അധികം വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമ്മളെടുത്ത തേങ്ങാപ്പാലാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ റവ ഇങ്ങനെ കട്ട പിടിച്ച് വരും. അപ്പോൾ അതിങ്ങനെ അടിച്ച് നല്ല സ്മൂത്താക്കിയിട്ട് ഇളക്കാം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് ഇത് സെറ്റാവും കേട്ടോ. നമ്മുടെ ഈ വെള്ളമൊക്കെ പെട്ടെന്ന് വലിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ വേറെ കുറച്ചും കൂടി വെള്ളം കരുതിക്കണം. ഇനി നമുക്കതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ചെറുതായിട്ട് വലിഞ്ഞിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ ഇട്ടിട്ട് നമ്മളൊന്നും കൂടി നന്നായിട്ട്, ഇതിപ്പോൾ ഒരു കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തേക്കും പഞ്ചസാര ആയി എന്നുള്ള അത്രയും നേരം ഇളക്കുക. അധികം പഞ്ചസാര വേണ്ട കേട്ടോ. നമ്മൾ പായസമല്ല, ഈ തരിക്കഞ്ഞി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടേസ്റ്റിന് കുറച്ച് പഞ്ചസാര അത്രയും മതി. നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഇട്ടിട്ട് നമുക്ക് ചൂടാക്കാൻ വെക്കാം. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ചേർത്തിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ്, ചുവന്നുള്ളി, കിസ്മിസ് ഇത്രയും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം അണ്ടിപ്പരിപ്പാണ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. മുന്തിരി, ഉണക്കമുന്തിരി നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. നമ്മൾ ഇത് രണ്ടും ഒരു ഗോൾഡൻ ബ്രൗൺ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് നെയ്യിൽ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുത്തിട്ട് വേണം നമുക്ക് മുന്തിരി ഇടാനായിട്ട്. ഇത് ഉള്ളിയും കൂടി ഇടുമ്പോഴത്തേക്കുമാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരാം. നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും ഉള്ളിയാണ് ഇടുന്നത്. മുന്തിരി ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി ചേർത്ത ഉടനെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഇറക്കാം കേട്ടോ. മുന്തിരി ചേർത്ത് കഴിഞ്ഞാൽ മുന്തിരി പെട്ടെന്ന് ബോൾ പോലെ ആവും. അപ്പോൾ ബോൾ പോലെ ആയിക്കഴിഞ്ഞാൽ കൂടുതൽ നേരം എണ്ണയിലിട്ടാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ മുന്തിരിയും കൂടി ചേർത്ത് കുറച്ച് നേരം ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ റവയും തേങ്ങാപ്പാലും പഞ്ചസാരയും കൂടി കുറുക്കി വെച്ചില്ലേ, അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ചൂടാക്കാൻ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഇട്ടിട്ട് ചൂടാക്കാമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ചൂടാക്കി കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ ചുവന്നുള്ളി, അണ്ടിപ്പരിപ്പും മുന്തിരിയുടെ ആ നെയ്യിലിട്ട് വറുത്ത ചുവന്നുള്ളി, അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം. ഇത്രയും നമ്മൾ എടുത്തിരിക്കുന്ന റവയ്ക്ക് ഇത്രയും ഉള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ മതി കേട്ടോ. അപ്പോൾ ഇത്രയും സിമ്പിളാണ്. നമ്മൾ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇത്രയും സിമ്പിളാണ് നമ്മുടെ തരിക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഏലക്കയൊക്കെ ഇട്ട് കൂടുതൽ ഫ്ലേവറൊന്നും ആക്കുകയൊന്നും വേണ്ട. ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ നോമ്പെടുക്കുന്നവർ മാത്രമല്ല ബാക്കിയുള്ളവരാണെങ്കിലും ഒരു ദിവസം വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.